മോദി എന്ന് പറയുന്നത് RSSന്റെ ആമാണ്, അതിന്റെ മുൻവശം മാത്രമാണ്. അല്ലാതെ മോദി ആരുമല്ല. ആ യോഗി ആദിത്യനാഥ് അതിനെ അറസ്റ്റ് ചെയ്യാത്ത എന്താ? മതം പ്രചരിപ്പിക്കുന്ന എല്ലാവരും RSSകാരൻ. അതിനപ്പുറത്തോട്ടുള്ള ഭീകര പ്രവർത്തനം ആർക്കും ചെയ്യാനൊക്കത്തില്ല. വേടം പാടുന്ന വഴിയല്ല ജാതി ഉണ്ടാകുന്നത്, ജാതി നിൽക്കുന്ന സമൂഹമാണ്. താഴ്ത്തട്ടിലുള്ള മനുഷ്യരുടെ പ്രതിഷേധങ്ങളുടെ വക്താവായിട്ട് ഈ കാലത്തിലുണ്ടായിട്ടുള്ള ഒരു പാട്ടുകാരനാണ്. വേടനല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേടനൊന്നുമില്ല. വേടൻ ഇവിടുത്തെ എന്താണ് അവതരിച്ച ആളുമൊന്നുമല്ല. നിങ്ങൾ പഠിച്ച് സ്വന്തമായി വ്യക്തിത്വമുള്ള ആളല്ലേ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ പോയത്? ഇണയെ തിരഞ്ഞെടുക്കാൻ കഴിയാതാക്കിയ ഫാക്ടർ എന്താണെന്ന്? നിങ്ങൾ പശു, നിങ്ങളെ വിറ്റ ആളാണ്. സ്വയം വിറ്റ ആളല്ല, വല്ലവരും വിറ്റതാണ്. സാമൂഹിക വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഈ വീടല്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് വേടൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലൂടെയും വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന് പല രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ തന്നെ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് താങ്കൾ പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പം വേടനെ അനുകൂലിക്കുകയാണോ അതോ പ്രതികൂലിക്കുകയാണോ ഇതിലൂടെ താങ്കളുടെ മനസ്സ് ചെയ്യുന്നത്? ഒന്നിലും പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. അനുകൂലിക്കുന്നതും അതുപോലെ ഒട്ടും കെയർ ചെയ്യുന്നില്ല എന്നുള്ളതിനും ഈ ഒരു രീതിയിലും പ്രതികരണം വരാതിരിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. എന്താണ് ശരിക്കും? ഞാൻ 3 വീഡിയോ എന്നെ കൊണ്ട് ആൾക്കാർ ചെയ്യിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. വേടൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനെയോ പ്രതികരിക്കേണ്ടതായ കാര്യമായിട്ടൊന്നുമല്ല ഞാൻ കാണുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യം വരുന്നതിന് വേണ്ടി താഴ്ത്തട്ടിലുള്ള മനുഷ്യരുടെ പ്രതിഷേധങ്ങളുടെ വക്താവായിട്ട് ഈ കാലത്തിലുണ്ടായിട്ടുള്ള ഒരു പാട്ടുകാരനാണ്. പക്ഷെ അത് വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നത്. അത് വർഗീയതയാണ് പ്രചരിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും പേരിനോടൊപ്പം ജാതി പേര് ചേർക്കുന്നവരാണ് അത് പറയുന്നതെന്ന് കാണേണ്ടത്. പക്ഷെ വേടൻ ഇങ്ങനെ പറയുമ്പോൾ പലരും ഇപ്പൊ നിലവിലെ അങ്ങനെ ഒരു ചിന്തയില്ല. സംവരണമാണ് ജാതി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നവരാണ് ഈ രണ്ടുപേരെയും പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികൾ വേടന്റെ പാട്ടുകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയുള്ള അവർ ഇതുവരെയും അതിന്റെ വരികളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് സ്വാധീനിക്കപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി വരുമ്പോൾ അവർ യഥാർത്ഥത്തില് ജനാധിപത്യം ഇല്ലാത്ത ഒരു സമൂഹത്തിൽ അത് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയും. വേടൻ അത് പറയുമ്പോൾ പ്രതിഷേധത്തിന്റെ വരികളാണ് പറയുന്നത്. അതെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് അവർ ആലോചിക്കും. അപ്പോഴാണ് നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ വിവേചനമുണ്ട്. നിങ്ങളുടെ വീട്ടിനകത്ത് അയലത്തെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കലെന്ന് പഠിപ്പിക്കുന്ന വീട് തന്നെയാണുള്ളത്. നിങ്ങൾ ഒരു ഇണയെ തിരഞ്ഞെടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ അത് പറ്റത്തില്ല എന്ന് പറയുന്നത് വീട് തന്നെയാണുള്ളത്. അപ്പം ഇതൊന്നും വിവേചനമില്ലാത്ത സമൂഹമല്ലല്ലോ. ഇവിടെ എന്താണ് നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണി ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ അവരല്ലേ ഇവിടെ ഇതെല്ലാം പോയെന്ന് പറയുന്നത്. ലക്ഷം വീട് ഇടതുപക്ഷക്കാര് ലക്ഷം വീട് കോളനി ഉണ്ടാക്കിയ ആൾക്കാരല്ലേ. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വേടം പാടുന്ന വഴിയല്ല ജാതി ഉണ്ടാകുന്നത്, ജാതി നിൽക്കുന്ന സമൂഹമാണ്. ജാതി നിൽക്കുന്നതല്ല, ജാതി വിവേചനമുള്ള സമൂഹം. ഇങ്ങനെ ഒരു വിവേചനം ഉണ്ടെന്ന് അറിയാതെ വളർന്നു വരുന്ന തലമുറയിൽ ഇങ്ങനെ ഒരു വിവേചനം ഉണ്ടെന്നുള്ള തെളിയിച്ചു കൊടുക്കുന്ന ഒരു പാട്ടുകളല്ലേ വേടന്റെ ഭാഗത്തുനിന്ന്. രണ്ട് രീതിയിലാകുമല്ലോ, നല്ല രീതിയിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ ചീത്ത രീതി ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വിവേചനം ഉണ്ടെന്ന് തിരിച്ചറിയാതെ വളരുന്നതാണ് പ്രശ്നം. വിവേചനം ഉണ്ടെന്ന് അറിയുമ്പോൾ അത് മാറ്റാൻ ശ്രമിക്കും. ആദ്യം നമ്മുടെ പ്രശ്നം ഡയഗ്നോസ് ചെയ്യണ്ടേ. ഒരു ഡോക്ടർ നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറയുന്നത് മര്യാദ കേട്ട പ്രവൃത്തിയായിരുന്നു അല്ല. അതാണ് വേടം ചെയ്യുന്നത്. അയാളൊരു നല്ല ഡോക്ടർ. സമൂഹത്തിനകത്ത് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളായിരുന്നു. അതിൻ്റെ ആ വിവേചനം, അതുകൊണ്ടുണ്ടാകുന്ന ക്യാൻസർ കൊണ്ടുണ്ടാകുന്ന വേദന മാറാൻ മരുന്നുണ്ട്, ഓപ്പറേഷൻ ഉണ്ടെന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കൂട്ടം തലമുറ ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ അതിൽ വേർതിരിവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം ഈ ഒരു പാട്ടിലൂടെ രോഗം ഉണ്ടെങ്കിൽ പറയാതിരിക്കുന്ന വീടുകളല്ലേ കൂടുതൽ. അതാണ് അങ്ങനെ മറച്ചു വെക്കുന്നത് ശരിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. ജാതി വിവേചനങ്ങൾ, മതപരമായ തരംതിരിവുകളുള്ള ഒരു സമൂഹത്തിനകത്തെ വിവേചനങ്ങൾ ആരും നോക്കാതിരുന്നാൽ, പറഞ്ഞാൽ നമ്മുടെ അടുക്കള വശത്തെ അഴുക്ക് നോക്കാതിരുന്നാൽ മതി എന്ന് കണ്ടെത്തുന്നവരാണ്. കട്ടിലിനടിയിൽ എല്ലാം വാരി കൂട്ടിയിട്ട് അതിന് മേളിലൊരു തുണി വിരിക്കുന്നവരാണ്. നേരത്തെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സകല മാലിന്യത്തിൻ്റെ മുകളിലൊരു തുണി വിരിച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് സ്ഥലം. നാട്ടിനകത്ത് ഒരു മാറ്റവും ആ ലെവലിൽ വന്നിട്ടില്ല. നിശബ്ദമായിരിക്കുക എന്നുള്ളതാണ്. പറയാതിരിക്കുന്നത് വഴി പ്രശ്നം പരിഹരിച്ചു എന്ന് വിചാരിക്കുന്നവരാണ് അതിൻ്റെ ഗുണഭോക്താക്കളായുള്ള ആർഗ്യുമെന്റാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ഈ വേടനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സമൂഹത്തിന് നല്ലത് വരണമെന്ന് വിചാരിച്ചാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ പലതും അങ്ങനെയല്ലല്ലോ കാണിക്കുന്നത്. അപ്പോൾ വേടനല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേടനൊന്നുമില്ല.
വേടൻ ഇവിടുത്തെ എന്താണ് അവതരിച്ച ആളുമൊന്നുമല്ല. അതൊക്കെ നിങ്ങളുടെ ഈ തരത്തിലുള്ള പറഞ്ഞവരുടെ യുക്തികളാണ്. ശ്യാംകുമാർ ഇരുന്ന് ഇതുപോലെ പറയുന്നുണ്ട്. വേടനോളം തന്നെ ഈ വിഷയങ്ങൾ സൂക്ഷ്മമായിട്ട് പറയുന്നവരാ. അതുപോലുള്ള ഒരു 10 പേരെ എനിക്ക് സണ്ണി കവിക്കാട് പറയുന്നുണ്ട്. ഇവരെല്ലാവരും ഈ നാട്ടിലെ വിവേചനത്തിന് ചൂണ്ടിക്കാണിക്കുന്നത് അത് എങ്ങനെയാണെന്ന് പറയുന്നവരാണ്. രീതി ആയതുകൊണ്ടാണോ പാട്ടിനകത്ത് പറയുന്നതാണ് അത് മോഹൻലാൽ പോപ്പുലർ ആകുന്ന പോലെ മാത്രമാണ്. പാട്ടും ഡാൻസും ചെയ്യുന്നവരും അഭിനയിക്കുന്നവരും പോസ്റ്റർ അടിക്കപ്പെട്ട് നാട് മുഴുവൻ അവരുടെ പടം വയ്ക്കുന്ന വഴി അറിയപ്പെടുന്നവരായി മാറുന്നു എന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. വേടൻ്റെ വരികളിനകത്തിരിക്കുന്നത് സണ്ണി കവിക്കാട് പറയുന്നതും TS ശ്യാംകുമാർ പറയുന്നതും എന്നെ പോലുള്ള ആൾക്കാർ ഇരുന്നിട്ട് വിവേചനങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ അവതരണ രീതിയിലുള്ള വ്യത്യാസവും പാട്ടിനകത്തൂടെ പറയുന്നത് വഴി കൂടുതൽ ആൾക്കാർ അത് കേൾക്കുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ സിനിമ എങ്ങനെയാണോ ആസ്വദിക്കപ്പെടുന്നത് കൂടുതൽ ആൾക്കാർ പോപ്പുലർ ആകുന്നു എന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇപ്പൊ നമുക്കറിയാം പല RSSകാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള BJPക്കാരൊക്കെ മോദിക്കെതിരായിട്ടാണ് വേടൻ പറയുന്നത് എന്നുള്ള രീതിയിലും പറഞ്ഞു വരുന്നത്. മോദിക്കെതിരായിട്ടൊന്നുമല്ല. മോദി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റാണ്, RSSന്റെ പ്രോഡക്റ്റ് അല്ല. മോദിയുടെ വേടനെ പോലെ തന്നെ മോദി പ്രസക്തമല്ല. പണ്ടൊരു പാട്ടില് വേടൻ ഇപ്പൊ ഒരു 4 വർഷം മുൻപ് ഇറങ്ങിയ ഒരു പാട്ടിനകത്ത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞ പാട്ടിൽ മോദിയെ കുറിച്ച് എതിരായിട്ട് മോദി എന്ന് പറയുന്നത് RSSന്റെ ആമാണ്, അതിന്റെ മുൻവശം മാത്രമാണ്, അല്ലാതെ മോദി ആരുമല്ല. അപ്പൊ അതായത് ഈ RSSനെതിരെയാണ് RSSനെതിരെയാണ് പറയേണ്ടത്. അതിനെന്താ സംശയം? വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. ഹിന്ദുത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പുറത്ത് നിർത്തുന്ന ആശയമാണ്. ഇന്ത്യക്കാരാക്കാനൊക്കത്തില്ല. ഇന്ത്യക്കാരാകാനും ഇന്ത്യൻ ഭരണ വ്യവസ്ഥയ്ക്ക് ഇന്ത്യൻ ഭരണ ഘടനയ്ക്ക് വിരുദ്ധമായി ആശയപ്രചരണം നടത്തുന്നവരാണ് RSSകാർ. പക്ഷെ ഇന്നത്തെ കാലത്ത് മതം പ്രചരിപ്പിക്കുന്ന എല്ലാവരും RSSകാരാണ്. അത് ഏത് മതം പ്രചരിപ്പിച്ചാലും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ സ്പെഷ്യലാണെന്ന് പറയുന്നവരാണ്. അവർ ജനാധിപത്യപരമായിട്ട് ഇന്ത്യയിലെ പൗരന്മാരായി മാറാതെ രാജ്യങ്ങളെന്ന് പറയുന്ന സാധനത്തിനകത്ത് കുടുങ്ങുന്നവരെ പോലെ തന്നെയാണ്. രാജ്യസ്നേഹം ഇതുപോലെ തന്നെ പറയാൻ പറ്റും, മതം പറയുന്ന പോലെ തന്നെ പറയാൻ പറ്റും, ഭാഷയോട് ഇത് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റും. വിവേചനങ്ങൾ ഒഴിവാകുന്ന യുക്തിക്കകത്താണ് അത് നിൽക്കുന്നത്. നിലനിൽക്കുന്ന വിവേചനങ്ങളുണ്ട് എന്ന് പറയുന്ന വശമാണ് വേടൻ പറയുന്നത്. പക്ഷേ ഇപ്പോഴും അങ്ങനെ ഒരു വിവേചനങ്ങൾ ഉണ്ടോ? അതല്ലേ പറഞ്ഞ ഇയാൾ നിങ്ങളൊന്ന് വിവാഹം കഴിക്കാനായിട്ട് തന്നെ ഇഷ്ടമുള്ളവരെ ഒന്ന് തിരഞ്ഞെടുത്ത് പറ്റുമോ? അത് പക്ഷെ നമ്മുടെ അത് പക്ഷേ എന്ന് പറയാതെ നിങ്ങൾക്ക് പറ്റുമോ എന്ന് മാത്രം പറഞ്ഞാൽ അതിനടുത്ത്. നിങ്ങൾ കല്യാണം കഴിച്ചത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ കല്യാണം കഴിച്ചത് നിങ്ങളുടെ സ്വന്തം തിരഞ്ഞെടുപ്പാണോ? പെണ്ണ് കണ്ടിട്ടുണ്ടോ നിങ്ങളെ? പെണ്ണ് കണ്ടിട്ടുണ്ട്. അത് തന്നെ. പിന്നെ കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും എന്നോട് പറയണ്ട. നിങ്ങൾ പശു വഴി ചന്തയിൽ നിന്ന് മേടിച്ച സാധനം മാത്രമാണ്. നിങ്ങൾ നിങ്ങളെ വിറ്റ ആളാണ്. സ്വയം വിറ്റ ആളല്ല, വല്ലവരും വിറ്റതാണ്. ഇത്ര അറിയണം. അത് നിങ്ങൾക്ക് തിരിച്ചറിയാതിരിക്കുന്നതാണ്. വീട്ടിനകത്ത് വിവേചനം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നിങ്ങൾ പഠിച്ച് സ്വന്തമായി വ്യക്തിത്വമുള്ള ആളല്ലേ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ പോയത്? ഇണയെ തിരഞ്ഞെടുക്കാൻ കഴിയാതാക്കിയ ഫാക്ടർ എന്താന്ന് പറഞ്ഞു? അത് നമ്മുടെ പാരന്റ്സ് അല്ലേ. അത് തന്നെയാണ്. പേരൻസ് വിവേചനമുള്ളവരാണ്, ജാതിയുള്ളവരാണ്, മതമുള്ളവരാണ്. അതാണ് വിവേചനം. ഇതുണ്ടെന്ന് പറഞ്ഞ വേടൻ മോശപ്പെട്ട ആളാണെന്ന് പറയുന്നത്. അതിനുള്ള പരിഹാരം അന്വേഷിക്കേണ്ടവർ വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, TS ശ്യാംകുമാറോ സണ്ണി കവിക്കാടോ ഒക്കെ ഇരുന്ന് പറയുന്ന സമയത്ത് നാട്ടിൽ വിവേചനം ഉണ്ടെന്നായി പറയുന്നത്. നിങ്ങൾക്ക് അത് തിരിച്ചറിയാനും നിങ്ങൾക്ക് ലിംഗവിവേചനം തിരിച്ചറിയാൻ പറ്റാതെ പോയ ആളാണ്. ഇതുകൊണ്ടാണ് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയാതെ പോയത്. നിങ്ങളുടെ വീട്ടിലുള്ളവർ പറയുന്നത് അനുസരിക്കാനേ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്നത് നിങ്ങൾ മോശപ്പെട്ട മനുഷ്യനായതുകൊണ്ടല്ല, നിങ്ങളെ അനുവദിക്കാത്ത ആളാണ്. തടവറയിൽ പെട്ടുപോയവരാണ്. തടവറയാണെന്ന് അറിഞ്ഞുകൂടാത്തവരാണ്. പണ്ടേ പറയത്തില്ലേ, സ്വർണ്ണക്കൂട് അപ്പോഴും അത് തടവറയാണെന്ന് പറയുന്നത്. സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. ആ സ്ഥലമാണത്. ഇങ്ങനെ തിരിച്ചറിവില്ലാത്ത വിവേചനങ്ങളുണ്ട് നാട്ടിലെന്ന് തിരിച്ചറിയാതെ അത് ശരിയാണെന്ന് വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ് വിവേചനം ഉണ്ടെന്ന് പറയുന്ന ഒരു കലാപകാരികളാണെന്ന് പറയുന്നത്. വേടനെ ഇവിടെ അടിമത്തമുണ്ട്, ഇവിടെ വിവേചനമുണ്ട് എന്ന് പറയുന്ന പാട്ടിലൂടെ പറയുന്നതുകൊണ്ട് പ്രസിദ്ധനായി. വേറെ ഒന്നുമില്ല. പക്ഷെ വേടൻ ഇപ്പം സാർ പറഞ്ഞതുപോലെയാണെങ്കിൽ വേടന്റെ പാട്ടിലെ ഇന്നർ മീനിങ് ഈ ഒരു നല്ല ഉദ്ദേശമാണെങ്കിൽ പോലും വേടനെ പോലൊരു വ്യക്തി അത് പറയുമ്പോൾ വേടന്റെ സ്വഭാവത്തെയും ഇന്നത്തെ കാലത്ത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കുട്ടികളെ ഇൻഫ്ലുവൻസ് ഈ വീട്ടിനകത്ത് ചെയ്യുന്നതിനേക്കാളും ദ്രോഹം ലോകത്താരും ചെയ്യാനൊക്കത്തില്ല. ജാതി വെച്ച് ജീവിക്കാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്. പിന്നെന്താ അതിനപ്പുറത്തോട്ട് എന്തോ സാമൂഹിക വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഈ വീടെല്ലാം. അവരെ എന്താണ് നന്നാക്കാൻ ഇനിയും വേടൻ എങ്ങനെ ചീത്തയാക്കും? നിങ്ങൾ പറ.
വേടൻ എങ്ങനെ അല്ല ചീത്തയാണ്? ഇപ്പോ ഒരു വീട്ടിൽ ജാതിയുടെയും മതത്തിനെയും ആ കുറിച്ച് ജാതിയുടെയും പറയുന്നത് മതത്തിനേക്കാളും വിവേചനം ലോകത്തില്ല. അതിനപ്പുറത്തോട്ടുള്ള ഭീകര പ്രവർത്തനം ആർക്കും ചെയ്യാനൊക്കത്തില്ല. വേടനെ പോലെ ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് ലഹരി നടക്കുന്ന ഉപയോഗിക്കുന്ന മതസ്നേഹം ആൾക്കാർ വരുത്തി- മോശമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സകല പരമഹംസന്മാരെയും നമ്മൾ പുറത്താക്കേണ്ടി വന്നേ. അവിടെ വടക്കേ ഇന്ത്യയിലെ നഗ്ന സന്യാസിമാരെ നടക്കുന്നുണ്ടല്ലോ, അവരെന്താ അറസ്റ്റ് ചെയ്ത് ജയിലിടാതെ? അതിനപ്പുറത്തോട്ട് കഞ്ചാവ് വലിക്കുന്നവരെ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. എന്തായാലും വേടൻ ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കഞ്ചാവ് വലിച്ച് ഇങ്ങനെ കിടക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഇങ്ങനെ മലന്ന് കിടക്കുന്ന വടക്കേ ഇന്ത്യയിലോട്ട് പോയാൽ എന്താണ് കുംഭമേളയ്ക്ക് പോയാൽ നമുക്ക് കണ്ടാ ഷോക്ക് അടിച്ചു പോകും. മുഴുവനും കഞ്ചാവ് വലിച്ച് അവിടെ കിടക്കുകയല്ലേ. അവരെന്താ അറസ്റ്റ് ചെയ്യാത്ത ആര്? ആ യോഗി ആദ്യത്തെ അതിനെ അറസ്റ്റ് ചെയ്യാത്ത എന്താ? അവൻ യോഗിയാണല്ലോ, കഞ്ചാവ് വലിക്കുന്നുണ്ടാവുമല്ലോ, ശിവമൂലി കഴിക്കുന്നുണ്ടാവുമല്ലോ. അതെ. അപ്പം പിന്നെന്താ? സ്വാമി എന്നായിരുന്നു ഈ കഞ്ചാവിൻ്റെ പേര്. സകല ആയുർവേദ മരുന്നിനകത്ത് ഈ കഞ്ചാവും കറുപ്പും കൊടുക്കുന്നുണ്ടല്ലോ. അതെന്താണ് നിങ്ങൾ നിരോധിക്കാത്തത്? അത് ആയുർവേദമായിട്ട് അത് അത്രയേ ഉള്ളു. ഇതിനെയാണ് ലെജിറ്റിമേറ്റ് ആയിട്ട് ഞങ്ങളെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് വിവരമുണ്ട്, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താണ്, മറ്റുള്ളവർ ഇത് മിണ്ടരുതെന്ന് പറയുന്നതാണ് വേടനെതിരായിട്ട് പറയുന്നത്. വേറെ അർത്ഥമൊന്നുമില്ല.